പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് അവിടെ മഴയുണ്ടോ? എൻ്റെ വീട്ടിന് ചുറ്റും മഴയാണ്, കണ്ടോ. ഞാൻ ഈ മഴ കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ദൃശ്യം സിനിമ കണ്ടിട്ട് ഇന്ന് 5 ദിവസമാകുന്നു. ഇതേ ഒരു മഴയത്ത്, ഇതുപോലത്തെ ഒരു മഴയത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റ് മഴയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ രാത്രി, അതായത് 9 മണിക്കുള്ള ഷോ കണ്ടിട്ട് രാത്രി 1 മണിക്ക് വീട്ടിലോട്ട് മടങ്ങി വരുമ്പോൾ അസാധ്യ മഴയായിരുന്നു. ഈ മഴ നനഞ്ഞാണ് ഞങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ഞാനും ഭാര്യയും മകനുമായിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ബ്ലോഗ് ചെയ്തിരുന്നു. അതായത് ദൃശ്യ സിനിമയുടെ എൻ്റെ അഭിപ്രായം വെച്ച് ഞാൻ ബ്ലോഗ് ചെയ്തിരുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുകയും ചെയ്തു. അതൊരു 40 മിനിറ്റോളം ഉണ്ട്. യൂട്യൂബ് ചാനലിൽ ഒരു 12 പേരെന്തോ കണ്ടിട്ടുണ്ട്. ഇതൊരു വശത്ത് ഞാനത് റീലായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊരു 3 മിനിറ്റുള്ള ഒറ്റ റീലായിട്ട് ഇട്ടിട്ടുള്ളൂ. ആ സിനിമയ്ക്കെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ എൻ്റെ ബ്ലോഗിൽ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രേക്ഷകരില്ലാത്തതുകൊണ്ട് അതിനൊരു സിനിമയുടെ കളക്ഷന് ഒരു എഫക്റ്റ് വരുത്തിയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രിയ പ്രേക്ഷകർ ചെയ്താൽ നോക്കൂ, നല്ല മഴയാണ്. നോക്കിയേ, ദൃശ്യത്തിൻ്റെ അതേ ഭംഗി കണ്ടോ. എന്നാ മഴയാ നോക്കിയേ. ഞാൻ വീട്ടിൽ പുറത്തു നിന്നിട്ടാണ് ചെയ്യണേ. നോക്കിയേ, എന്നാ മഴയാ. മഴ പെയ്തുകൊണ്ടിരിക്കുക, ഹെവി റൈൻ, നല്ല ഷാർപ്പ് റൈൻ കണ്ടല്ലോ. ഈ മഴയത്ത് ഞാൻ പ്രേക്ഷകരെടുത്ത് പറഞ്ഞത്, ഇന്ന് ദൃശ്യ സിനിമ ഇറങ്ങിയിട്ട് 5ാമത്തെ ദിവസമാണ്. പടം 152 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ 5ാമത്തെ ദിവസം മോഹൻലാൽ എന്ന് പറയുന്ന നടന വിസ്മയം ഒപ്പം മറ്റുള്ളവർ അഭിനയിച്ച ദൃശ്യം 3 152 കോടി സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു. സിനിമ 152 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു. വേൾഡ് വൈഡാണ്. അതിനകത്തും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ഇന്ത്യൻ കളക്ഷനെക്കാളും കൂടുതൽ ഇന്ത്യയുടെ പുറത്താണ് ഈ പടത്തിൻ്റെ കളക്ഷൻ കൂടുതൽ. ഇത് ഒരു വശത്ത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറഞ്ഞത്, ഞാൻ എൻ്റെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ പടത്തിന് ഒരു നെഗറ്റീവ് കമൻറ്റും പറഞ്ഞിട്ടില്ല. ഞാനിത് സിനിമയായിട്ടാണ് കാണുമ്പോൾ അങ്ങനെയല്ല, അതിനപ്പുറം ഒരു ക്രൈമായിട്ട് കാണുമ്പോൾ അതിൽ മാത്രമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പോസിറ്റീവ് നെഗറ്റീവും പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പ്രേക്ഷകർക്ക് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ ബ്ലോഗ് വഴി ഒരാളെങ്കിലും തിയേറ്ററിൽ എത്താതിരുന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഞാനിത് പറയണത് എന്തെന്ന് വെച്ചാൽ, ഇന്ന് 5ാമത്തെ ദിവസം സിനിമയുടെ കളക്ഷൻ 50% കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ ചാനൽ, മലയാളത്തിലെ വമ്പാൻ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 5ാമത്തെ ദിവസം മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കളക്ഷനിൽ കൊലത്തൂക്കുമായിട്ട് മോഹൻലാലിന്റെ 3ാമത്തെ പടമായ ദൃശ്യം തന്നെയാണ് മുന്നിൽ ഇന്ന് ചൊവ്വാഴ്ച. അതായത് ട്യൂസ്ഡേ എന്ന് പറയുന്ന ദിവസവും മോഹൻലാലിന്റെ നടന്റെ പടത്തിന്റെ ദൃശ്യം 3 തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. അതായത് 1ാം സ്ഥാനത്തല്ല, 1ാം സ്ഥാനത്ത് ഇപ്പോഴും എമ്പുരാൻ തന്നെയാണ്. 2ാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തുടരും തന്നെയാണ്. 3ാം സ്ഥാനത്ത് വാഴ എത്തിയിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് ദൃശ്യം 3 നിൽക്കുകയാണ്. അതായത് ട്യൂസ്ഡേ കളക്ഷനെ കുറിച്ച് മാത്രമാണ് ഈ പറയണത്. 5ാം സ്ഥാനത്ത് ലോക ചാപ്റ്റർ 3 നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ സിനിമ ലോക സിനിമയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുമെങ്കിൽ എത്ര കളക്ട് ചെയ്യണം? അത് മിനിമം 500 കോടി കളക്ട് ചെയ്യണം. മിനിമം തിയേറ്റർ കളക്ഷനാണ് പറഞ്ഞത്. മറ്റ് കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കളക്ഷൻ്റെ റെക്കോർഡിക്കലേ ആവശ്യമില്ല. പക്ഷെ ഇന്ന് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന ചാനൽ എന്തടിസ്ഥാനത്തിലാണ് മലയാള ഇൻഡസ്ട്രിയെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മലയാള ഇൻഡസ്ട്രി ആ ലെവലിൽ, മലയാള ഇൻഡസ്ട്രി അല്ല, സൗത്ത് ഇൻഡസ്ട്രി മൊത്തവും ആ നിലയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഇതിന്റെ 50% കളക്ഷൻ ഇടിഞ്ഞു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചാനലെല്ലാം തന്നെ വേൾഡ് വൈഡ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ചാനലുകളാണ്. അവർക്ക് എന്തുകൊണ്ടാണ് മലയാള ചാനലുകളെ തകർക്കാൻ, മലയാളത്തിലെ സിനിമകളെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പ്രേക്ഷകർക്ക് ഇത് കാണിക്കുന്നത്. അത് നിങ്ങൾ നോക്കി നോക്കൂ.
വേൾഡ് വൈഡ് കളക്ഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇതാ ദൃശ്യത്തിൻ്റെ അതേ അന്തരീക്ഷത്തിലൊന്നുമുണ്ട്. ഇതാ നോക്കൂ, നിങ്ങൾ പ്രേക്ഷകർ കണ്ടോളൂ. പുറത്ത് നല്ല മഴയാണ്, നല്ല ഇരുട്ടുള്ള രീതിയിൽ മഴ പെയ്യുന്ന സമയമാണ്. ഇതാ നോക്കിയേ, ദൃശ്യത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ അടക്കം 152 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നോക്കിയാൽ 152 കോടി രൂപ 5th ഡേയിൽ കളക്ട് ചെയ്ത സിനിമയാണ്. അപ്പോഴും ദൃശ്യം എന്ന് പറയുന്ന സിനിമ ട്യൂസ്ഡേ കളക്ഷനിൽ 1, 2, 3, 4, 5 സ്ഥാനത്തുണ്ട്. അല്ല സോറി, 4 സ്ഥാനത്തുണ്ട്. 1 സ്ഥാനത്ത് എമ്പുരാൻ 5.75 കോടി, അതും മോഹൻലാൽ ചിത്രമാണ്. രണ്ടാമത്തത് തുടരും 3.84 കോടി. 3 സ്ഥാനത്ത് വാഴ 3.73 കോടി. 4 സ്ഥാനത്ത് ദൃശ്യം 3.38 കോടി. ഈ നിലയിൽ മുന്നേറുന്ന ഈ ചിത്രത്തെ തകർക്കാൻ ആർക്കാണ് തിരക്കെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ അടുത്ത സ്ഥാനത്ത് ഇങ്ങനെ ലോക 2.83 കോടി. ഈ സിനിമയെ, ദൃശ്യം എന്ന് പറയുന്ന 3ാം പാർട്ടിൽ ഇറങ്ങിയ സിനിമയെ ഇത് ആർക്കാണ്? കാരണം ഇത് ഒരു മലയാളത്തിലെ വമ്പൻ ചാനലിൽ 3-3.5 കോടി രൂപ പ്രേക്ഷകരുള്ള ഏഷ്യൻ ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 50% കളക്ഷൻ കുറഞ്ഞു എന്നുണ്ട്. എന്തടിസ്ഥാനത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു? 50% കളക്ഷൻ എവിടെ കുറഞ്ഞു? ഇത് വെച്ച് നോക്കുമ്പോൾ, ഈ കമ്പാരിറ്റീവ് നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമയ്ക്ക് എവിടെയാണ് കളക്ഷൻ കുറഞ്ഞത്? ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂൾ ഓപ്പണിംഗ് ആണ്. കേരളത്തെ സംബന്ധിച്ച് സ്കൂൾ ഓപ്പണിംഗ് ടൈമാണ്. സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ അത് നോക്കണം. മെയ് ലാസ്റ്റ് ആകുമ്പോൾ ആൾക്കാർ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നു, നമ്മുടെ സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നു. പിന്നെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ പ്രോബ്ലംസ്, അതിനകത്ത് വേറെ കാര്യങ്ങൾ, ഇൻകം കുറയുന്നു, പിന്നെ ഔട്ട്സോഴ്സ് കൂടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്നു. ആ സമയത്ത് പോലും ദൃശ്യ സിനിമയ്ക്ക് 3.38 കോടി രൂപ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ താറടിക്കുന്ന രീതിയിൽ ഈ ഏഷ്യൻ ചാനൽ പോലുള്ള വമ്പൻ ചാനൽ, നമ്മുടെ ഏഷ്യയിലെ മൊത്തം ചാനൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് കണക്കാക്കുന്നത്. ആ ചാനലൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലെന്ന് എനിക്കറിയില്ല. ഞാനതാണ് പ്രേക്ഷകർക്ക് പറയുന്നത്. നോക്കിയോ, നല്ല മഴ. ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. ദൃശ്യത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് മറ്റെല്ലാ വിധത്തിലും മുന്നിലാണ്. പക്ഷെ ഒറ്റ കാര്യത്തിൽ എനിക്കെതിരഭിപ്രായമുള്ളൂ. ദൃശ്യത്തിൽ നിന്ന് നമ്മൾ ഈ 3ാമത്തെ പാർട്ടിൽ മോഹൻലാൽ എന്നുള്ള പറയുന്ന നടൻ്റെ അഭിനയ മികവ് ഒഴിച്ചു കഴിഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു പലതും വരുമെന്ന് പ്രതീക്ഷിച്ചു. അതിച്ചിരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ സിനിമ മോശമാവൂ? ദൃശ്യ സിനിമ മോശമാവൂ? ഈ സിനിമ കുറഞ്ഞത് 500 കോടി രൂപയെങ്കിലും കളക്ട് ചെയ്യാൻ ചാൻസിലോട്ട് പോകുന്ന സിനിമ എന്തിനാണ്, ആരാണ് തച്ച് തകർക്കുന്നത്? അതാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. പ്രേക്ഷകർ, നിങ്ങൾ സിനിമ കാണാനാണ് തിയേറ്ററിൽ പോകണമെങ്കിൽ ദൃശ്യ സിനിമ ധൈര്യമായിട്ട് 3 കാണാം. ഞാനത് ആദ്യമേ പറഞ്ഞു. 98% പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണത്. അതിനെ വളരെ ടെക്നിക്കലി മറ്റ് വിഷയങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ കരുതി, മലയാള ഇൻഡസ്ട്രിയെ തകർക്കാൻ കരുതി പല ചാനലുകളും പല റിപ്പോർട്ടും ചെയ്യപ്പെടും. നിങ്ങൾ ആ രീതിയിൽ സിനിമ കാണാൻ പോകണ്ട. നിങ്ങളൊരു വലിയ വൈഡ് ചിന്താഗതിയുള്ള, ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരാകുമ്പോൾ മാത്രമാണ് ഞാൻ ഈ സിനിമയുടെ എൻ്റെ റിവ്യൂവിൽ കൂടി പറഞ്ഞത്, ചില കാര്യങ്ങളിൽ അത്രയുള്ള ആൾക്കാർക്ക് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്കൊന്നും ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകാം, നല്ല സ്റ്റൈലായിട്ട് സിനിമ കാണാം, സ്റ്റൈലായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ കളക്ഷനെ കുറിച്ച് പറയുന്നത്. വേൾഡ് വൈഡ് 152 കോടി ക്രോസ് ചെയ്ത സിനിമ 300 കോടിയെങ്കിലും കളഞ്ഞില്ലെങ്കിൽ അത് മലയാള ഇൻഡസ്ട്രിയുടെ വമ്പൻ നഷ്ടമായിരിക്കും എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ പറയുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് വരാം. എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാം. ബൈ.